ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ്. അങ്ങനെ മധുശ്രീയുടെ കൂടെ വിഷ്ണുവിനെയും ശാലിനിയെയും അകറ്റുന്നതിൽ കൂട്ടുനിൽക്കാമെന്ന് മധുശ്രീക്ക് വാക്കു കൊടുക്കുകയാണ് കാർത്തിക. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ അലക്ഷ്യമായി നടക്കുന്ന ശാലിനിയാണ്. ശാരദാമ്മ ശാലിനിയെ വിളിച്ചുകൊണ്ട് പിന്നാലെ ചെല്ലുന്നു. പെട്ടെന്ന് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരികയും ശാലിനി ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പെട്ടെന്ന് തന്നെ ശാലിനിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ശാരദാമ്മ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ശാലിനിക്ക് ബോധം വരുന്നില്ല. ശാലിനി എന്ന് ഉറക്കെ നിലവിളിക്കുന്ന ശാരദാമ്മയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ശാലിനി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വിഷ്ണു ചാടി എഴുന്നേൽക്കുകയാണ്. എന്താ വിഷ്ണുവേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തിക ചെല്ലുമ്പോൾ എൻ്റെ ശാലിനി, എൻ്റെ ശാലിനി എന്ന് തന്നെ വിഷ്ണു പറയുന്നു. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് സത്യഭാമയും ശ്യാമയും കൂടി മുറിയിലേക്ക് വരുന്നു. എന്താ മോനെ, എന്തു പറ്റിയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ എൻ്റെ ശാലിനി മരിച്ചു, വണ്ടി ഇടിച്ചു എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. ശാലിനിക്ക് എന്തു പറ്റിയെന്നാ നീ പറയുന്നത്? അതിന് നീ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നോ? പുറത്തേക്കൊന്നും പോയില്ലല്ലോ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ കാർത്തിക പറയുകയാണ്, അത് പിന്നെ സത്യാമ്മേ, വിഷ്ണുവേട്ടൻ എന്തോ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. തുടർന്ന് ഭാമ പറയുകയാണ്, എടാ ശാലിനി ജീവിച്ചാലും മരിച്ചാലും നിനക്ക് ഒരു കുഴപ്പവുമില്ല. നീയേ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കി വേണം ജീവിക്കാൻ. അല്ലാതെ കണ്ടവളുമാരെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് നിനക്കെന്താ? അവൾ ചാകുന്നെങ്കിൽ ചാകട്ടെ. നിന്നെ കാത്ത് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പെണ്ണ് ഇപ്പോൾ ഇവിടെയുള്ള കാര്യത്തിൽ നിനക്ക് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ പുറത്തേക്ക് പോകുന്നു. തുടർന്ന് കാർത്തികയെ പുറത്തേക്ക് വിളിപ്പിച്ചിട്ട് ഭാമ പറയുകയാണ്, പുരുഷന്മാരുടെ ജീവിതത്തിൽ പല പെണ്ണുങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പഴയതോ പുതിയതോ ആയ പെണ്ണുങ്ങൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാ. കാർത്തികയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് കാർത്തിക പറയുന്നു. അതേസമയം മുറിയിലേക്ക് വരുന്ന കാർത്തിക വിഷ്ണുവിനെ കാണുന്നില്ല. വിഷ്ണു ഇതിനോടകം തന്നെ ശാലിനിയെ കാണാനായി തൻ്റെ ജീപ്പും എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പാവം, ഇന്ന് ശാലിനിയെ കാണാതെ ഒരു സമാധാനവും ഉണ്ടാകില്ല. പോയി വരട്ടെ എന്ന് കാർത്തികയും വിഷ്ണുവിനെ കണ്ടുകൊണ്ട് മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്ന മധുശ്രീയാണ്. എന്താ കാർത്തികേ, നീ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാഞ്ഞത്? അതിനുവേണ്ടി ഇവിടെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് കാർത്തിക പറയുന്നു. എന്നിട്ട് നീ എന്താ ഇത്ര നേരമായിട്ടും ഉറങ്ങാഞ്ഞത്? ഞാൻ ഉറങ്ങാൻ കിടന്നതാ അപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം മധുശ്രീയോട് പറയുകയാണ് കാർത്തിക. വിഷ്ണു ഈ സമയത്ത് പുറത്തു പോയ വിവരം നീ ചെന്ന് സത്യാമ്മയോട് പറയണം. നിന്റെ നാവിൽ നിന്നും അറിയാതെ വീണുപോയ രീതിയിൽ വേണം നീ സംസാരിക്കാൻ. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയിലെത്തിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു വന്നയുടൻ തന്നെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റ് ശ്രദ്ധിക്കുന്നു. അങ്ങനെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് കതക് പകുതി തുറന്നിട്ടിരിക്കുന്നത് വിഷ്ണു ശ്രദ്ധിക്കുന്നത്. അകത്ത് ഹാളിൽ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് ദേവൻ ഇരിപ്പുണ്ടായിരുന്നു. തുടർന്ന് ശാലിനിയും ശാരദാമ്മയും ദേവന്റെ അരികിലേക്ക് വരുമ്പോൾ അവർ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് വിഷ്ണു. എന്താ ശാലിനി, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നീ എന്നെ ഒന്നും അറിയിക്കാതിരുന്നത്? തേജസ്വിനി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് ദേവൻ പറയുന്നു. ശാലിനി, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ദേവൻ ചോദിക്കുമ്പോൾ ദേവേട്ടനില്ലായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളായിരുന്നെന്ന് ശാലിനി പറയുന്നു. ശാലിനി, ഞാൻ നിന്റെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? അത് ഞാൻ വന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ സ്കൂളിൽ ശാലിനി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ പോയത്. പക്ഷെ അവിടെ വെച്ചും സത്യയുടെ അച്ഛനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവിടെയുള്ളവരെല്ലാം അത് ഊഹിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കേൾക്കുന്ന വിഷ്ണു ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.